ഒരു പേരന്റ്, ആ പേരന്റിന്റെ കുട്ടി ലാസ്റ്റ് ഇയർ 93.5% മാർക്കുള്ള കുട്ടിയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അത്യാവശ്യം നല്ല പഠിക്കുന്ന കുട്ടികൾക്കാണ് അത്തരത്തിലുള്ള ഒരു മാർക്ക് വരും. അപ്പൊ ഈ കുട്ടിയും അതുപോലെ തന്നെ അവരുടെ പേരന്റും ഈ നല്ല മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ, ഈ 93.5% മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവസാന ഘട്ടം വരെ, കൗൺസിലിങ്ങിന്റെ അവസാനത്തെ പ്രോസസ്സ് വരെ ഇവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ കേരളത്തിൽ ഒരു കോളേജിലും അവർക്ക് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം എത്ര പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഒരുപാട് കുട്ടികൾ ഉള്ളത് കൊണ്ടും കുറച്ച് സീറ്റ് മാത്രം നമ്മുടെ കേരളത്തിൽ മെറിറ്റിൽ അവൈലബിൾ ആയതുകൊണ്ടും ഒരു 13%, അത് മാക്സിമം ഒരു 98-ന് മേലെ പെർസെൻറ്റേജ് വന്ന കുട്ടികൾക്ക് മാത്രമാണ് LBS ത്രൂ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുക. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ PNC മാക്കിന്റെ കൗൺസിലിങ്ങിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തു. ആ ഒരു പ്രോസസ്സിലും അൺഫോർച്ചുനേറ്റ്ലി ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഇതിന്റെ അവസാന ഘട്ടത്തിൽ എത്തുക എന്ന് പറയുന്നത് ഒക്ടോബറും നവംബറും മാസങ്ങളിലൊക്കെയാണ് അവസാന കൗൺസിലിംഗ് ഒക്കെ നടക്കുക. ആ സമയം വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കിട്ടിയില്ല എന്നറിയുന്ന ഒരു മൊമെന്റിൽ നമ്മുടെ മറ്റേ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ അവർ സീറ്റ് അന്വേഷിക്കുന്ന സമയത്ത് ലാസ്റ്റ് സമയം ആയതുകൊണ്ട് അവിടെയും ആ വർഷം ആ കുട്ടിക്ക് BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ആ കുട്ടിക്ക് അവസാനം ഈ വർഷം ഒരു വർഷം കോംപ്രമൈസ് ചെയ്ത് രണ്ടാമത് ഈ വർഷം ആ കുട്ടി നമുക്ക് ത്രൂ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷയാണ്, അതായത് അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ 85%, 90% മാർക്കുള്ള ആളുകളാകുമ്പോൾ എങ്ങനെങ്കിലും കയറി പോകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ, പക്ഷേ മറ്റ് കോളേജുകളിൽ ഈസി ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അഡ്മിഷൻ എടുക്കാത്തത് കൊണ്ട് ഒരുപാട് കുട്ടികളുടെ ഒരു വർഷം നഷ്ടപ്പെടുന്ന. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ള, ഈ വീഡിയോ കണ്ടിട്ട് ഇനി അടുത്തൊരു കുട്ടിക്ക് ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു മാജിക് സംഭവിക്കാനില്ല എന്നുള്ളതാണ്. അതായത്